മൗലീദ് ചൊല്ലാൻ പാടുണ്ടോ? മദ്ഹ് ചൊല്ലാൻ ഹദീസിലുണ്ടോ? ഇനിയും നിങ്ങൾക്ക് എത്ര ഹദീസ് വേണം? നബി തങ്ങളുടെ കാലത്ത് തന്നെ റസൂലിന്റെ മദ്ഹ് പാടുന്ന സദസ്സുകൾ ഉണ്ടായിട്ടുള്ളതായി പല ഹദീസുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിന്? സ്വഹീഹായ എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം തിർമിദി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നോക്കൂ. വഫീ സുനനി തിർമിദി അൻ ഇബ്നു അബ്ബാസ് ഖാല ജലസ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തദിറൂനഹു ഖാല ഫഖറജ ഹത്താ ഇദാ സമിഅഹു. ഇങ്ങനെ തുടങ്ങി നീണ്ടുപോകുന്നു. മുഴുവൻ ഹദീസ് വേണമെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. എന്താണ് പറയുന്നത്? സ്വഹാബാക്കൾ ഒരുമിച്ചിരുന്ന് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ മദ്ഹുകൾ പറയുന്ന ഒരു സദസ്സിലേക്ക് മുത്തുനബി തങ്ങൾ കടന്നു വരികയും എന്നിട്ട് അവർ പറഞ്ഞ മദ്ഹുകൾക്ക് കൂടെ തൻ്റെ പ്രകീർത്തനങ്ങൾക്ക് കൂടെ സമ്മതം കൊടുക്കുകയും ചെയ്യുന്ന രംഗം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ തൊട്ട് ഇമാം തിർമിദി റളിയല്ലാഹുവിനു റിപ്പോർട്ട് ചെയ്ത് ഈ ഹദീസിൽ നമുക്ക് കാണാം. കഅബ് ഇബ്നു സുഹൈർ തങ്ങൾക്ക് മദ്ഹ് പാടിയതിന് സമ്മാനം കൊടുത്തതും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനു മദ്ഹ് പറയാൻ മിമ്പർ വരെ ഒരുക്കി കൊടുത്തതുമെല്ലാം വിവിധ ഹദീസുകളിൽ കാണാവുന്നതാണ്.